ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ജായിൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ്. അതേമാതിരിക്ക് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കണേ. അപ്പം കാണിച്ചു തരാം ഗൈസ്. ഓന് ഇമ്മാനോടൊക്കെ നിൽക്കാൻ പോയപ്പോൾ ഞാൻ ഒപ്പിച്ചാണ് കേട്ടോ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പം കേക്ക് അടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് സർപ്രൈസ് കൊടുക്കാം. ഓനോട് ഇപ്പിച്ചെന്ന് പറഞ്ഞുള്ള വെച്ചാൽ പുറത്ത് പോകാണ് അറിയാണ്ട് ഇപ്പച്ചി മാറ്റിച്ചാൽ പറഞ്ഞു. അപ്പം ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാം സർപ്രൈസ് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം ഗൈസ്. ഞാനും എല്ലാം ഇങ്ങോട്ട് വിളിച്ചോണ്ടിട്ടെ. ജയ് ഒരു വ്ളോഗ് എടുക്കണം. വാ ചെറിയൊരു വ്ളോഗ് ചെറുത്ത് ജോ മാറിക്കിട്ടും മാമേ. ക്യാമറ മുന്നേ നോക്കിക്കോട്ടെ. നമ്മൾക്ക് പോയിനിയേ ക്യാമറ ഞാൻ പിടിച്ചോളാം. നമ്മൾക്ക് പോയിനിയേ ഒടുക്കും പോയില്ലേ ജി? ഞാൻ പോയത് പെസിൻ്റെ ഒപ്പം. ഇങ്ങോട്ട് വാ, ഓണായിക്കോ. ഇന്നെന്താ പൊടി ക്യാമറ ഇന്ന് മൈക്ക് ഇതാണ് നിൽക്കുന്നത്. ഓഫാകാത്ത നോക്കട്ടോ ഒറ്റ എനിക്ക്. ഇന്നെന്താ സംഭവം? വല്ല ഐഡിയ ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് പൊടി. അപ്പോൾ ജായിനെ സർപ്രൈസ് ആക്കിയിട്ടാണ് ഗൈസ്. എനിക്ക് തോന്നി ഞാൻ കേക്കാണ് വിചാരിച്ച. കേക്കിനെ പറ്റി ഞാൻ കണ്ടതാണ്. അറിയാത്ത പോലെ പോന്നതാ. ഗിഫ്റ്റ് തന്നെ മനസ്സിലായോ? ഒത്തും മനസ്സിലായില്ല, വെറുതെ ഓവറാക്കണ്ട കേട്ടോ. ഞാൻ അത് കണ്ടണ്, അത് ഞാൻ കണ്ടു. ഇതെങ്ങനെ കണ്ടേ? ഇത് ഞാൻ കണ്ടില്ല, അതാണ് ഞാൻ അത് അതിനെ ഇതെല്ലാം കണ്ടിട്ടുള്ളൂ. പെട്ടി എന്നാലും ചെത്ത് മുണ്ടിട്ടൊന്നുമില്ല, എന്നാലും എന്തോ ഒരു കവറ പെട്ടി അങ്ങനെ എന്തല്ലേ. അല്ല, ഞാൻ കേക്കിന്റെ ഇട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവന് ചെറിയതായിട്ട് ബുദ്ധിയൊക്കെ വെച്ചിട്ട് കേട്ടോ, പണ്ടത്തെ ആയിരിക്കുന്നല്ല. കേക്ക് ഇവിടെ കുറെ വാങ്ങിയാൽ പണ്ടത്തെ ബുദ്ധി അല്ലാതൊക്കെ. ഓ അപ്പൊ എന്തായാലും കേക്ക് മുറിച്ചാലോ? മുറിച്ചാലേ? പശി ഷർട്ട് ഇടണോ? പശി ഫുഡ് കഴിക്കാണ്. എന്നാലും ഈ ഇതിലൊക്കെ എന്തൊക്കെയാവും എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഒരൈഡിയ ഇല്ല. എന്നാലും ഗസ് ചെയ്യും. എന്ത് ഇവക്ക് നോക്കി പെട്ടിയൊക്കെ നോക്കിയിട്ട് തൊട്ടൊക്കെ എത്തില്ല ലാസ്റ്റ്. അത് പെട്ടിയൊക്കെ മുളപ്പിച്ചാണ്. പക്ഷേ ഇത് അതിനുള്ളിൽ എന്തേക്കാരം വല്ല ഐഡിയ ഉണ്ടോ? ഒരൈഡിയ ഇല്ലല്ലോ. അപ്പോൾ എന്നാ കേക്ക് കുറിച്ചാ വാ മുറി. കേക്ക് മുറി, ഞാനില്ലല്ലോ. വലത്തേനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ജായി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് അറിയോ? അതറിയില്ല. എന്താ അറിയാത്ത? എന്നോട് അത് പറഞ്ഞില്ലേ? ഞങ്ങൾ സർപ്രൈസ് ആക്കിയതാണ്. പിന്നെ എന്നോട് പറയാൻ പറ്റുമോ? മുറിച്ചേ ആക്കിത്തരാം. നീച്ച് കൊളാക്കും, അതുകൊണ്ടാണ്. ആഘോഷത്തിന് ഇന്നലെ ഒപ്പിച്ചതാ. എന്നാ പ്ലാനിങ് എന്നോ നടക്കണ്ടേ? അവിടെ വെക്കാട അക്ക എനിക്കുള്ള എനർജി പേടിച്ചണ്ട. അത് ഞാൻ മുക്കൊന്നുമില്ല. എന്നാ കേക്ക് മുക്ക്. എന്നായിക്കോട്ടെ. പൊടി കേക്ക് പൊടി. അതൊന്നും കേൾക്കണ്ട, ഇനി നാളെ കേൾക്കാം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെയല്ല ഇത്. എനിക്ക് നമുക്ക് ഒരു സാധനമൊക്കെ വാങ്ങി കൊടുത്തിട്ട് എനിക്ക് കേക്ക് പോലും തരാതെയാണ് ചങ്ങായി തന്നേ. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുത്തിരുന്നാലും എനിക്ക് മോശമായി. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും അടിച്ചോ? ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ഈ കേക്കിൻ്റെ പെട്ടി അവിടെ നിന്ന് കണ്ടു, ഇപ്പോൾ ഉടച്ചാണ്ടി. കേക്ക് എന്തെങ്കിലും അറിയിച്ചാൽ അല്ല ബർത്ത്ഡേ എന്ന് പോലെ അറിയാതല്ലേ പൊട്ടാ. എനിക്ക് എത്ര വയസ്സാണ് അറിയോ? 8 വയസ്സുണ്ട്. അപ്പോൾ ഇനി എത്ര ഗിഫ്റ്റ് നോക്കിക്കാം? 1 2 3 4 5 6 7 8 ഗിഫ്റ്റ് ഉണ്ട്. 8 വയസ്സാകുമ്പം 8 ഗിഫ്റ്റ്. അതേമാതിരിക്ക് 99 വയസ്സാണെങ്കിൽ 99 വയസ്സ്. അന്നേരം ഉണ്ടാവുമോ?
എന്നവരെ ഉണ്ടാവുമോ ജി? ആ അല്ല അതൊക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് മുറിച്ചാൽ ഗൈസ്. കേക്ക് എല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എത്ര റിസ്ക് എടുത്തന്നെ പറയാം ഇതിന് മടിച്ച്. ഞാൻ വണ്ടി അവിടെ വെച്ചാണ്ടൊക്കെ വന്ന എനിക്ക് കാണാതൊക്കെ മടിച്ച്. ഞാൻ പോകണോ കണ്ടീനി കേട്ടോ അവൻ്റെ മെല്ലെ. അപ്പം ലൈൻ കട്ട്. ഇതിങ്ങോട്ട് വരാതൊക്കെ വേണ്ടി ഞാൻ ഇവിടെ വരെ കേക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാനും അപ്പം വരാക്കാൻ വേണ്ടി ക്യാമറ വെച്ചാ ഞാൻ കൈ കെട്ടുന്ന. അപ്പം നമ്മൾ കേക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണേ. സോറി കേക്കല്ല, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണേ. കേക്ക് തന്നെ അൺബോക്സ് ചെയ്യണേ. കേക്ക് മുറിച്ചല്ലേ ചിന്തിക്ക് ബ്രോ, ഞാൻ മാറുന്നല്ല കേട്ടോ അതിനെ. അപ്പം ആദ്യം എന്താണ് തുറക്കുന്നത്? ഇത് എടുത്തോ, പൊട്ടിച്ചോ. അല്ല എന്താ നല്ല ഗസ് ഉണ്ടോ? ഇല്ല. എന്നാലും ഇതിൽ ഇങ്ങനെ ഇല്ല. ഒന്ന് ഗസ് ആയിക്കോട്ടെ. കാറാവുന്ന ജായ് പറയണത് എന്താ നോക്കി വെക്കാം ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ഇതുപോലെ പൊട്ടിച്ചങ്ങനെ ഇത് കട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം പോന്നെ. ഞാൻ കുറച്ചപ്പോൾ ഇപ്പച്ചിൻ്റെ പെട്ടി ഇപ്പച്ചിൻ്റെ പെട്ടി നമ്മൾ ഗിഫ്റ്റ് പൊതില്ല പൊളിച്ചു അങ്ങനെ പൊളിച്ചാന്നൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞ് ചോദിച്ചാണ്ട് പെട്ടിയൊക്കെ പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലെന്താണുള്ളത്? ബോള് ഇഷ്ടമായോ? അപ്പം പറയാ മൈൻഡ് മൂടിലായിട്ട് പോസിക്കണേ. അപ്പം ഞാൻ അടുത്തത് എടുക്ക്. അടുത്തുണ്ട് കേട്ടോ. അത് അങ്ങനെ നടുവൊന്നും വിളിച്ചോ അങ്ങനെ ജസ്റ്റ് സൈഡ്. ഇതിലെന്താവും ഗസ് ഉണ്ടോ? ഗസ് ഇതിൽ ഫുള്ള് ഗിഫ്റ്റ് ആവുമോ അതോ എന്തെങ്കിലും പ്രാങ്ക് ആവുമോ? പ്രാങ്ക് ആയാണ്ട് വെട്ടി അത് പൊട്ടിച്ച് വെക്കും. നടു പൊട്ടിച്ചാൽ സൈഡ്. അപ്പോൾ നമ്മളെ പ്രാങ്ക് വർക്കൗട്ട് ആവുള്ളൂ. സൈഡ് പൊട്ടിച്ചാൽ നടു പൊട്ടിച്ചാൽ നമ്മളെ പ്രാങ്ക് ശരിയായിട്ട് മുഞ്ചും. പ്രാങ്ക് ആകുമോ? പ്രാങ്ക് ശരിയാക്കി തരാം. കൊണ്ട അപ്പം ഇങ്ങനെ അത് ലാഗ് അടുപ്പിച്ചാണ്ട് ആഘോഷത്തിലെ ആളുകളെത്ത് പറഞ്ഞു ഇതെങ്കിലും നല്ലതായി. ഇതെങ്കിലും അപ്പോൾ നേരത്തെ വാങ്ങിയ ബോള് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത ചുറ്റല്ലോ. എന്നാ അടുത്ത് പഠിച്ചു. ഇതെന്താവും? സെൻ്റല്ല, പെർഫ്യൂം ഇതിൻ്റെ അടുത്തുണ്ട്. ഇതിലെന്താവും? വലിയ ഗസൊന്നും വെക്കരുത് കേട്ടോ. അതിന് പിന്നെ അങ്ങനത്തെ ഓരോന്നൊക്കെ ഇതിനുള്ളിൽ BMW ഇങ്ങനെ മറച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ പഠിച്ചണം. മറച്ചാൽ പ്രാങ്ക് വർക്കൗട്ട് ആവില്ല. അവിടെ വരച്ചാൽ ഞാൻ വരച്ചുതരാം. അപ്പുറത്തെ വരച്ചാൽ എനിക്ക് നേര് കിട്ടിയാലോ. ഇത് ഇത്ര വർക്കണോ? ഇത് പൊതിയാനൊക്കെ എത്ര എന്താ 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 എന്താണ് കാണണേ? എന്താ പൗച്ചോ? ഉറപ്പിക്കാമോ? ഇതാ പൗച്ച്? പൗച്ച് അടിച്ചാണ്ട് പൊട്ടത്തരം പൊട്ടത്തരം കണ്ടതും തന്നക്ക. നല്ല സാധനം. എനിക്ക് ആ 8 സാധനം മിക്കൊരു പണിയും തരില്ലാത്ത ഞാൻ എനിക്ക് 8 സാധനം വാങ്ങിത്തരാം. അതിൽപ്പെട്ടല്ലോ അപ്പം 4. ഇത് ഇൻ്റെ ഡ്രസ് ഇൻ്റെ പെർഫ്യൂം എടുത്തോണ്ടാ. എൻ്റെ പെർഫ്യൂം ഒന്നല്ല. എൻ്റെ പോയി ഞാൻ വാങ്ങിയപ്പോഴാണ് പറഞ്ഞേ ഇത് എനിക്ക് ഇതേമാതിരി പെർഫ്യൂം ഉണ്ട്. എന്താവും? ബോഡി ലോഷൻ ആണെന്നാ പറയണേ. ബോഡി ലോഷൻ ആണോ നോക്കുക. അവിടെ നാട് പൊളിക്കരുത്. ബോഡി ലോഷൻ അല്ലേ? ഉറപ്പിക്കാമോ? എന്താ ബോഡി ലോഷൻ കിരിങ്ങോ? എന്താ സാധനം? എന്താ അത് കീറല്ല കേട്ടോ. അത് കീറല്ലേ. പെട്ടി ആവശ്യമുണ്ട്. പെട്ടിക്ക് നമുക്ക് ഓരോന്ന് തരികയിൽ ഒപ്പിക്കണം കേസ്. അത് പൊട്ടിച്ചാലും മെല്ലെ എടുക്കുക. കുറച്ച് ഇതൊക്കെ ഇപ്പോൾ പറ്റാത്ത സാധനം പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കേട്ടോ. നമ്മളെന്തെങ്കിലും സർപ്രൈസ് കൊടുത്താൽ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ല. ഇതപ്പോൾ ക്യാമറ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഇത് ഇഷ്ടമായോ? എന്താ കീ ചെയിനാണ് പൊട്ടാ. അങ്ങോട്ട് നോക്കി. ഇത് ക്യാമറ കാണിച്ചു.
ഇതാണ് കീ ചെയിൻ. ഇഷ്ടമായോ? ആ ഇഷ്ടമായിട്ട് പറഞ്ഞാളാ. ഇത് അത് ലൈറ്റൊക്കെ എത്താം, ഞങ്ങൾക്ക് സെറ്റാക്കാം. അതൊക്കെ നമുക്ക് കാണാം. ഇത് ആദ്യം ഇത് കിട്ടും. ഇതിലെന്താവും ഗസ്? ഇതില് എത്തിലും പൊന്തിയ സാധനം. ആ പൊന്തിയ സാധനം. ഇതെത്താ? ഇതിലും ഡ്രസ്സ്. ആ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് കേട്ടോ. പഴംപൊരിയാവോ? പഴംപൊരിയാവോ? പഴംപൊരിയായോ തിന്നാ അത്രേ ഉള്ളൂ. ഇതല്ലേ എത്തുണ്ടാവും. ഞാനല്ലേ എത്തുണ്ടാവും. എന്താ കിൻഡർ ജോയ്. ആ കിൻഡർ ജോയ് എന്താ? നോക്കണ്ട, അതൊക്കെ പൊളിച്ചെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പൊളിച്ചാൽ അത് വയസ്സിലല്ലേ കിൻഡർ ജോയ് അല്ലേ. അപ്പം ഇനി അടുത്ത ഇതെടുക്കാം. ഇതിലെന്താവും? ഗസ് അറിയില്ല. ഇതിലിപ്പത്തെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓണാക്കി ചേ തുറക്ക്. ഇവിടെ ഇത് കാണുന്നത് ഇവിടെ ഞാൻ തുറക്കും. ഒന്നുപോലും തുറന്നിട്ടില്ല. അതിന് ഒന്നുപോലും ഇതിലേക്ക് തുറക്കാത്തോണ്ടല്ലേ പൊട്ടം കളിച്ചു തീർക്കാം. ക്യാമറ ഓണാക്കിയാണ്ടി. മുത്തായിയോ? മുത്തായി എത്തൊക്കെ തിന്നാൻ കിട്ടിയ കേക്ക്. ഇത് ഇതല്ലേ നിങ്ങള് മുട്ടായില്ലാർന്നത്? ആ വെറുതെ മറ്റേ ഇങ്ങനെ ഉള്ളിടുന്ന തോണ്ടുന്ന സാധനം ഇല്ലാത്തല്ലേ കള്ളമാരെ. നല്ല കൊണ്ടേക്കല്ലേ ഞാന്. ഇത് സിമ്പിളാ. ഇതെന്താ? ഇത് ഒരു ഇതേക്കാരം ഫോട്ടോ ഫ്രെയിമാണോ ഉദ്ദേശിച്ചത്? ഉറപ്പല്ലേ? അപ്പോൾ ഇതിലാണ് കേസ് നമ്മളെ പ്രാങ്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫ്രെയിമിനാവോ വേറെ എന്തെങ്കിലും ആവുമെന്ന് കടിച്ചരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഫ്രെയിം ഞാൻ പറഞ്ഞല്ലേ ഫ്രെയിമാണ്. ഏത് ഫോട്ടോ എനിക്ക് ഓർമ്മ ഉണ്ടോ? ഇവൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇവൻ ചെറുപ്പത്തെ ആയത് ഫോട്ടോ ആണ്. അത്രങ്ങാനും മാറി അറിയോ ഇവന്? കത്തി അങ്ങനെ ഇതാകണ്ടല്ലേ. അത് ഇരുപത്താക്കിയാണ്ട് ആകുമ്പോൾ ലൈറ്റ് വരും ടോർച്ച് പോലെ. കേക്കൊക്കെ അങ്ങനെയാണോ ഞാൻ പകുതിയാക്കി. ഇഷ്ടമായോ? ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ നമ്മുടെ സർപ്രൈസ് അല്ല കേട്ടോ. ഓക്കെ അതിൻ്റെ ഉള്ളിലോ? ആ മതി. എന്താ മറ്റേത് വന്നാട്ടോ. എനിക്കിപ്പോൾ ഫ്രെയിമൊക്കെ വാങ്ങി കൊടുത്തിട്ട് എനിക്ക് ഇതായിട്ട് ഇഷ്ടമായത്. നല്ല നിൽക്കി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ 2 ദിവസം കൊണ്ട് കേട്ടോ. കഴിഞ്ഞു. ഇഷ്ടമായോ? എത്രത്തോളം ഇഷ്ടമായി? 100ൽ എത്ര മാർക്ക് കൊടുക്കും? 1,60,00,000. ഓക്കെ 100ലാണ് 1,60,00,000 ഒക്കെ. കിൻഡർ ജോയ് വിളിച്ചാ നേരെ ഇത് പിടി നമുക്കൊരു ഇതുകൂടി വരാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പം നല്ലൊരു വീഡിയോ കാണാം. ബൈ ഓൾ ഗൈസ്.